ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജൂൺ 8 2026 എൻ്റെ ലൈഫിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. എ കോസി റെയിനി ഡേ. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ. എന്നിലെ ഒരു അമ്മ ജനിച്ചിട്ട് ഇന്ന് 6 മാസം തികയാണ്. അതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 6 മാസമായി. ദിവസങ്ങളൊക്കെ പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്കൊപ്പം അവരും പെട്ടെന്ന് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ദേ ഇവിടെ ഒരാൾ അമ്മാമ്മയായിട്ട് പുന്നാരത്തിലാണ്. അടുത്ത ഫീഡിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ ആള്. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you, dear Sarah. Happy birthday to you. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തതിന് ശേഷം ആളെ ഞാൻ കൊണ്ടുപോയി ഫീഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കഴിക്കാൻ ദോശയും ചമ്മന്തിപ്പൊടിയും ചായയാണേ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതി. ഡെലിവറിക്ക് ശേഷം വലിയ രീതിക്കുള്ള മുടി ഒഴിച്ചിലുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാനായിട്ട് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം ഹെയർ ഓയിലൊക്കെ ചെയ്തിട്ട് പറ്റുന്ന പോലെ ഹെയർ കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഹെയർ ഓയിലിങ്ങും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിക്കാമെന്ന് കരുതി. കാരണം ഇപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നല്ലൊരു കുളിയൊക്കെ പാസ്സായി. തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടാളും സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി കിട്ടുന്ന സമയത്തിന് എൻ്റെ കുറച്ച് ജോലികളൊക്കെ തീർത്തു വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ ഹോളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അടുക്കിപ്പെറുക്കി തൂത്തുവാരിയൊക്കെ ഇട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഉണരുമ്പോൾ അവരെ കൂടെ ഇരിക്കാമല്ലോ. എനിക്കങ്ങനെ വലിയ ജോലിയൊന്നുമില്ല, എല്ലാ ജോലിയും അമ്മ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള കുട്ടി ജോലിയൊക്കെ ഞാനും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റേതൊരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരുന്നു. 32 വീക്സിലെ സ്കാനിങ്ങിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം C-സെക്ഷൻ ചെയ്യുകയായിരുന്നു. പ്രീ ടൈം ബേബീസ് ആയതുകൊണ്ടും രണ്ടാൾക്കും വെയിറ്റ് നല്ലതുപോലെ കുറവായതുകൊണ്ടും 1 മാസത്തോളം NICയിൽ നമുക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഡിസംബർ 8-നാണ് എൻ്റെ ഡെലിവറി നടന്നതെങ്കിലും കുഞ്ഞുങ്ങളെ രണ്ടാളെയും ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയത് ഏതാണ്ട് ഡിസംബർ 25 അടുപ്പിച്ചാണ്. കുഞ്ഞുങ്ങളെ നോക്കി ശീലമില്ലാത്ത കൊണ്ടും പ്രത്യേകിച്ച് പ്രീ ടൈം ബേബീസ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഒത്തിരി ടെൻഷനായിരുന്നേ. ഇപ്പോൾ വെയിറ്റൊക്കെ ആയി രണ്ടാളും സുഖമായിട്ടിരിക്കുന്നേ. അന്ന് കുറേയൊക്കെ വിഷമിച്ചെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ആ ഒരു സമയത്ത് യാതൊരുവിധ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ദൈവം 2 പേരെയാണ് ഒരുമിച്ച് തന്നിട്ടുള്ളത്. ഹോളിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടും ഞാൻ വന്ന് നോക്കിയപ്പോൾ രണ്ടാളും ഉണർന്നിട്ടില്ല, സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. അപ്പം ഞാൻ കരുതി അവരുടെ മരുന്നും മറ്റു സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഈ കുട്ടി ഡ്രോയറില്ലേ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാമെന്ന്. കിട്ടുന്ന സമയത്തെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഇരട്ടക്കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ ഒരുമിച്ചായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഉറങ്ങുന്നത് ഒരുമിച്ചായിരിക്കില്ലെങ്കിലും ഉണരുന്നത് രണ്ടുപേരും ഒരേ സമയത്തായിരിക്കുമേ. രണ്ടാളും ഉണർന്നിരിക്കുമ്പോൾ കാര്യമായിട്ടുള്ള ജോലിയൊന്നും ആ സമയത്ത് നടക്കില്ല. എന്നും ഇങ്ങനെ ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കണമെന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ കയ്യിലിരുന്ന് ഉറങ്ങി നമ്മൾ ബെഡിലോട്ട് കൊണ്ടുവന്ന് കിടത്തുമ്പോൾ തന്നെ 2 പേരും ഉണർന്നിട്ടുണ്ടാകും. ഇപ്പോഴാണ് എഴുന്നേറ്റ നേരമായത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ. നേരമായി സാറമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ആണേ. രണ്ടാളും ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ വിഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് രണ്ടാളോടും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമായിരുന്നേ. രണ്ടാളും പരസ്പരം വർത്താനം പറയാനും മുഖം നോക്കി ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവരോടൊപ്പം ഉള്ള ഓരോ ഡേയും ഓരോ മൊമെൻറ്റും എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് കേട്ടോ. ഞങ്ങളുടെ വർത്താനം പറച്ചിലൊക്കെ കഴിഞ്ഞ് രണ്ടാളെയും എണ്ണ തേക്കാനും കുളിപ്പിക്കാനും ഒക്കെ ആയി പുറത്തോട്ട് കൊണ്ടുപോയേ. ആ നേരത്തിന് ബെഡിലെ വിരിപ്പൊക്കെ ഒന്ന് മാറാമെന്ന് കരുതി. സാധാരണ ഞങ്ങൾ 2 ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ മാറ്റാറ്. ദിവസവും മാറ്റണമെന്നുണ്ട്, പക്ഷേ ജോലി തിരക്കും മഴയും ഒക്കെ കാരണം അത് പറ്റാറില്ല. ഞാൻ റൂമൊക്കെ ക്ലീനാക്കുന്ന ഈ സമയത്ത് അമ്മ 2 പേരെയും കുളിപ്പിച്ച് സുന്ദരിമണികളാക്കിയിട്ടുണ്ട്.
ഞാൻ അതിന് ശേഷം അവർക്കിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണേ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ കുറച്ച് തുണി കഴുകി വെച്ചതുണ്ടായിരുന്നേ വിരിക്കാനായിട്ട്. ഞാൻ അതെടുത്ത് ടെറസിലേക്ക് പോയി. ഇപ്പോൾ എന്നും മഴയായതുകൊണ്ട് വെയിൽ കിട്ടുന്നത് അപൂർവമാണ്. അപ്പോൾ ഉള്ള സമയത്ത് തുണികളെല്ലാം ഉണക്കി വെക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ജോലിയും തീർത്ത് വെക്കുവാണേ. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 3:30 മണി കഴിഞ്ഞു. ഇപ്പോഴേ ചോറ് കഴിക്കാൻ സമയം കിട്ടുമോ? മിക്കവാറുമുള്ള ദിവസങ്ങളിലൊക്കെ ഫുഡ് കഴിപ്പൊക്കെ ഈ ഒരു ടൈമൊക്കെ തന്നെ ആയിരിക്കും. ചില ദിവസം 6 മണി വരെയൊക്കെ പോകാറുണ്ട്. എനിക്കിങ്ങനെ ഫുഡ് വാരി വലിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല. പതിയെ സമാധാനത്തിൽ വേണം കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയം അമ്മ കുഞ്ഞുങ്ങളെ നോക്കും, അമ്മ കഴിക്കുന്ന സമയം ഞാൻ നോക്കും. അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ കുട്ടികളെ നോക്കുന്നതും ചോറ് കഴിക്കുന്നതും ഒക്കെ. രാവിലെ നന്നായി കിടന്ന് ഉറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ ഇനി അങ്ങോട്ട് എനിക്ക് എന്തോ പണി വരാനുണ്ടെന്ന്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് നടന്നത്. രണ്ടുപേരും ഉച്ചയ്ക്ക് ശേഷം ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു 6 മന്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഏതാണ്ട് എല്ലാം തകിടം മറിഞ്ഞു. എനിക്കങ്ങനെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.